സങ്കീർത്തനം 119ലേക്ക് സ്വാഗതം. ഇത് വെറും വരികളല്ല കേട്ടോ, അത്യന്തം വൈകാരികവും മനോഹരവുമായ ഒരു ആത്മീയ യാത്രയാണ്. ശരിയായ വഴി എങ്ങനെ കണ്ടെത്താം? നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകില്ലേ? വളരെ ശക്തമായ ഈ ചോദ്യത്തോടെയാണ് നാം തുടങ്ങുന്നത്. ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. അർത്ഥവത്തായ ജീവിതത്തിന് ഈ ദൈവിക വചനങ്ങളെ മാത്രം നമ്മൾ വഴികാട്ടിയാക്കുക. ഇരുട്ടിൽ കാലിടറാതിരിക്കാൻ വെളിച്ചം നൽകുന്ന ദീപം. എത്ര മനോഹരമായാണ് ദൈവവചനങ്ങളെ ഇതിൽ വർണ്ണിച്ചിരിക്കുന്നതല്ലേ? ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണ മനസ്സോടെയും അവിഭക്തവുമായ സമർപ്പണത്തിന് നൽകുന്ന ആ വലിയ പ്രാധാന്യമാണ്. അപരിചിതമായ ഈ ലോകത്ത് സ്വർഗീയ നിയമങ്ങൾ തേടി അലയുന്ന ഒരു യാത്രികനാണ് രചയിതാവ് ഇവിടെ സ്വയം വിശേഷിപ്പിക്കുന്നത്. യാത്രയിൽ തളരാതിരിക്കാൻ കൃത്യമായ പടികളുണ്ട്. വചനം പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ച് അത് സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഒരു വശത്ത് ശത്രുക്കളുടെ ഗൂഢാലോചനകൾ, മറുവശത്തോ അചഞ്ചലമായ വിശ്വാസത്തോടെ ധ്യാനിക്കുന്ന ദാസൻ. വലിയൊരു വിരോധാഭാസമാണത്. ചുറ്റുമുള്ള ശത്രുക്കൾ ഒരുക്കുന്ന വലിയ കെണികളെയും കടുത്ത സമ്മർദ്ദങ്ങളെയും കുറിച്ച് ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കേട്ടോ. ഈ കടുത്ത സമ്മർദ്ദം നൽകുന്ന ആന്തരിക വേദനയും സങ്കടവും എത്രത്തോളമാണെന്ന് നോക്കൂ. ആർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥ. എന്നാൽ പുരാതന വാഗ്ദാനങ്ങളുടെയും രാത്രിയിലെ ധ്യാനത്തിലൂടെയും ഈ ദുഃഖത്തെ രചയിതാവ് മറികടക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തം വേദനകളെപ്പോലും ദൈവീക നിയമങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും നല്ല പാഠമായാണ് അദ്ദേഹം ഇവിടെ കാണുന്നത്. ശരിക്കും അത്ഭുതം തന്നെ. ലോകത്തിലെ എണ്ണമറ്റ സ്വർണത്തേക്കാളും വെള്ളിയേക്കാളും എത്രയോ വിലപ്പെട്ടതാണ് ഈ ആത്മീയ നിയമങ്ങളെന്ന് അദ്ദേഹം ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. ഭൗതികമായ ആഗ്രഹങ്ങളെക്കാൾ ദൈവവചനത്തോടുള്ള ഈ അഗാധമായ സ്നേഹമാണ് യഥാർത്ഥ സന്തോഷം നൽകുന്നത്. അതാണ് ഇതിലെ ഹൈലൈറ്റ്. ഈ സമർപ്പണം നൽകുന്ന ധൈര്യം ചില്ലറയല്ല. രാജാക്കന്മാരെപ്പോലും യാതൊരു ഭയവുമില്ലാതെ നേരിടാൻ ഇത് വലിയ കരുത്തേകുന്നു. പുകഞ്ഞ തോൽക്കുടം പോലെ ശരീരം തളർന്നുപോയാലും ആ വിശ്വാസം എക്കാലവും അചഞ്ചലമായി തന്നെ തുടരും. ദിവസവും കൃത്യം 7 തവണ ഈ നിയമങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന ആ വലിയ അച്ചടക്കം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ വചനങ്ങൾ സാധാരണക്കാർക്ക് പോലും പ്രകാശവും ആഴത്തിലുള്ള അറിവും നൽകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത. ഇത് വെറും ഒരു കാലത്തേക്ക് മാത്രമുള്ളതല്ല കേട്ടോ, മറിച്ച് സർവ്വകാലത്തേക്കും ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നാണെന്ന് ഇത് പ്രഖ്യാപിക്കുന്നു. മനുഷ്യൻ എളുപ്പം വഴിതെറ്റാമെന്നും എപ്പോഴും ഈശ്വരരക്ഷ ആവശ്യമാണെന്നുമുള്ള വലിയ വിനയത്തോടെയാണ് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നത്. ഇത് വലിയൊരു ചിന്ത നമ്മളിൽ അവശേഷിപ്പിക്കുന്നു. ജീവിതത്തിൽ വഴിതെറ്റി ഇരുട്ടിലാകുമ്പോൾ നിങ്ങളെ തിരികെ നയിക്കുന്ന ആ വെളിച്ചം ഏതാണ്?